സന്ദേശമാല കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഒരു വീഴ്ച സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ്. അപ്പോഴവരെ പരിഹസിക്കുകയല്ല വേണ്ടത്, അവരെ ഒഴിവാക്കി നിർത്തുന്നതിന് പകരം അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അവരെ ഒഴിവാക്കാതെ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത് എന്ന് ചിന്തിക്കുക. ഒന്നാം സ്ഥാനക്കാരൻ മാത്രം ജീവിച്ചാൽ മതി എന്ന ചിന്ത പരിഷ്കൃതമായ ഒരു മനസ്സിനെയല്ല കാണിക്കുന്നത്. അവനെ പ്രോത്സാഹിപ്പിക്കുക, വീണ്ടും അവസരങ്ങൾ കൊടുക്കുക. അവനിനപ്പോൾ എന്തെന്നില്ലാത്തൊരു ശക്തി ഉടലെടുക്കും. പ്രകൃതി എല്ലാ വ്യക്തികൾക്കും തുല്യമായ ശക്തി കൊടുത്തിട്ടില്ല എന്ന് വാദിക്കാം. പക്ഷെ തുല്യതയുള്ള ഒരു നല്ല മനസ്സ് പ്രകൃതി നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അത് ഓർമ്മിക്കുക. അവശന് സഹായം മാത്രമല്ല ആവശ്യം, അവശരെ സമഭാവനയോടെ കണ്ട് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ഓടാൻ പ്രാപ്തി കുറഞ്ഞവൻ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അയാളെ പുലിശല്യമുള്ള സ്ഥലത്ത് തനിച്ചാക്കുന്നത് ക്രൂരതയല്ലേ? അത് മനുഷ്യത്വമാണോ? അവിടെ അയാൾക്ക് സംഭവിക്കുന്ന ദുരിതം ഓർത്ത് പിന്നീട് നാം പശ്ചാത്തപിക്കേണ്ടി വരില്ലേ? ദുർബലനായ ഒരു നായയെ മറ്റു നായകൾ ആക്രമിക്കുകയാണ്, കടിച്ച് കീറുന്നുണ്ട്. ഒരാൾ അതിലെ നടന്നു പോകുമ്പോൾ ഈ രംഗം കണ്ട് സങ്കടം തോന്നി. ചുറ്റും പരതി ഒരു ഉരുളൻ കല്ലെടുത്ത് കടിച്ചു കീറുന്ന നായയെ നോക്കി ശക്തിയായി ഒരു ഏറ് കൊടുത്തു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ കല്ല് പോയി കൊണ്ടത് ദുർബലനായ നായയുടെ ശിരസിലായിരുന്നു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മളൊരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നത് അയാൾക്ക് ഉപദ്രവമായി മാറും. നിരപരാധിയായ ആ നായ വേദന കൊണ്ട് പൊളഞ്ഞ് നെറ്റി പൊട്ടി ചോരയൊലിച്ച് അത് മണ്ണിൽ കിടന്ന് പൊളഞ്ഞ് ആ പൊളയുന്നത് കണ്ട് മനഃപൂർവമല്ലെങ്കിലും അതുകൊണ്ടുണ്ടായ ഫലം സങ്കടകരമായിരുന്നു. ആ നായ ചത്തുപോയി. ചിലർക്ക് അങ്ങനെ കയ്യബദ്ധങ്ങളൊക്കെ പറ്റുമല്ലോ. എന്നാൽ കരുണാമയനായ ദൈവം ഒരു ജീവിയെയും ദീർഘകാലത്തേക്ക് ശിക്ഷിക്കുകയില്ല. ഇത്തരം സന്ദർഭങ്ങൾ ആരുടെ ജീവിതത്തിലും ഉണ്ടാകും. നന്മയെന്ന് കരുതി നാം ചെയ്യുന്ന ഒരു കാര്യം അന്യന് ദോഷമായി എന്ന് വരാം. ആ നായയെ വേദനിപ്പിക്കണമെന്ന ആഗ്രഹം അയാൾക്കുണ്ടായിരുന്നില്ല. പക്ഷെ സംഭവിക്കാൻ പാടില്ലാത്തത് അവിടെ സംഭവിച്ചു പോവുകയും ചെയ്തു. ഇത്തരം സന്ദർഭങ്ങളിൽ പശ്ചാത്താപം തന്നെയാണ് പ്രായശ്ചിത്തം. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് നീറിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ അതൊരു വലിയ തെറ്റായി അയാൾക്ക് തോന്നുന്നു. പക്ഷെ ആ നായ അത് അർഹിക്കുന്നതാണ്. ഈ പ്രദേശത്തെ ഏറ്റവും വലിയൊരു ഗുണ്ടയായിരുന്നു ആ നായ. എല്ലാ നായകൾക്കും ഈ നായയെ പേടിയായിരുന്നു. ഇപ്പോൾ കടിച്ചു കീറാൻ വന്ന നായകൾ സഹോദരങ്ങളാണ്. ആ നായകളൊക്കെ സഹോദരങ്ങളാണ്. ഇവരുടെ അച്ഛന് ഈ ഗുണ്ടനായ ഇവിടെ നിന്ന് കടിച്ച് കൊന്നതാണ്.
ആ സങ്കടം സഹിക്കാനാവാതെ അമ്മ, ഈ നായ്ക്കളുടെ അമ്മ എങ്ങോട്ടോ പോവുകയും ചെയ്തു. അതിലെ കുട്ടികളാണ് ഇപ്പോൾ വലുതായി ഒരു സന്ദർഭം ഒത്തു വന്നപ്പോൾ ഈ നായയെ വകവരുത്താൻ ശ്രമിച്ചത്. ഈ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ആ നായയെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഈശ്വരൻ മക്കളെ ഭാഗത്ത് നിന്ന് അതാണ് കല്ലിൻ്റെ രൂപത്തിൽ ഗുണ്ടാ നായയുടെ ശിരസിൽ പതിച്ചത്. ഈ കഥയൊന്നും ഈ എറിഞ്ഞ ആൾക്കറിയില്ല. ഈശ്വരൻ്റെ കോടതിയിലെ ശിക്ഷ കൃത്യമായിരിക്കും. മനുഷ്യരുടെ കോടതിയിൽ ഇളവുകൾ ഉണ്ടാവാം. തൂക്കാൻ വിധിച്ചത് ജീവപര്യന്തമാവാം. ജീവപര്യന്തത്തിലും ഇളവുകൾ ഉണ്ടാവും. ഒടുവിൽ ആ ആളെ വെറുതെ വിട്ടു എന്നും വരും. ഇത് മനുഷ്യരുടെ കോടതി. എന്നാൽ ഈശ്വരൻ്റെ കോടതിയിൽ ഒരൊറ്റ നിയമമേ ഉള്ളൂ. അത് മാറ്റിമറിക്കാൻ ആരാരും കഴിയുന്നതല്ല. ഈ ഒരു ഓർമ്മ എല്ലാവരും ഉണ്ടാകട്ടെ എന്ന്